പ്രൈസലോ കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 46-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളി, ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. 46-ാം സങ്കീർത്തനം നമ്മൾ വായിച്ചു തുടങ്ങുന്നത് തന്നെ ദൈവം നമ്മുടെ സങ്കേതവും ബലവും, കഷ്ടങ്ങൾ അവന് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്നുള്ള ആമേലരിയ എന്നുള്ള വചനത്തോടുകൂടി സങ്കീർത്തനം ആരംഭിക്കുന്നത്. എന്നാൽ ദൈവിക കരുതലിന് നമുക്കിവിടെ കാണാൻ കഴിയും. ദൈവിക കരുതൽ നമ്മുടെ സഹായവും സങ്കേതവും എല്ലാം ദൈവമാണ്. മനുഷ്യ ജീവിതത്തിന്റെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നാം മനുഷ്യരിലേക്ക് ആശ്രയിക്കാതെ ഹല്ലേലൂയ ദൈവത്തിൽ ആശ്രയിക്കാനുള്ള വലിയൊരു ആഹ്വാനത്തോടു കൂടെയാണ് ഈ വചനം നമുക്ക് ദൈവാത്മാവ് തരുന്നത്. ദൈവം നമ്മുടെ സങ്കേതവും ബലവും, കഷ്ടങ്ങൾ അവന് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. നാം മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം മനുഷ്യൻ എന്ത് ചെയ്യും? ഹല്ലേലൂയ ലോകത്തെ ആശ്രയിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് 118-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ രേഖപ്പെടുത്തി വെച്ചാൽ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത് തിരുവഴുത്തിൽ രേഖപ്പെടുന്നു. മനുഷ്യ ജീവിതം എന്ന് പറയുന്നതിന് ഈ ഭൂമിയിൽ കഷ്ടത കൊണ്ട് നിറയപ്പെട്ടതാണ്, പ്രതിസന്ധികൾ കൊണ്ട് നിറയപ്പെട്ടതാണ്, വെല്ലുവിളികൾ ഏറെയുണ്ട്, പരീക്ഷകളും പരിശോധനകളും കടന്നു വരും. പ്രത്യേകിച്ച് വിശ്വാസ ജീവിതത്തിൽ നിൽക്കുമ്പോൾ അനവധി വെല്ലുവിളികളെ നാം തരണം ചെയ്യേണ്ടി വരും. പ്രൈസലോ. അങ്ങനെ വെല്ലുവിളികളെ തരണം ചെയ്ത് നാം മുന്നോട്ട് പോകുമ്പോൾ പലവിധമായ ചോദ്യചിഹ്നങ്ങൾ വരുമ്പോൾ ഹല്ലേലൂയ അവിടെ നമ്മൾ അതിനെതിരെ പ്രതികരിക്കാതെ, വെല്ലുവിളിക്കാതെ, അതിനെതിരെ അവരോട് യുദ്ധം ചെയ്യാൻ നിൽക്കാതെ സങ്കീർത്തനക്കാരൻ പറയുന്നത് മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുന്ന. പ്രൈസലോ. അപ്പൊ എല്ലാത്തിനും നമുക്ക് ചെവി കൊടുക്കാനും എല്ലാത്തിനും നമുക്ക് മറുപടി പറയാനും കഴിയത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറയുന്നത് സംസാരിക്കേണ്ട ഭാഗത്ത് നമ്മൾ സംസാരിക്കണം, മിണ്ടാതിരിക്കേണ്ട സ്ഥാനത്ത് മിണ്ടാതിരിക്കണം. എങ്കിൽ മാത്രമാണ് ആത്മീയ ജീവിതത്തെ നമുക്ക് യഥാർത്ഥമായി അഭിവൃദ്ധിയിലേക്കും ഉന്നതങ്ങളിലേക്കും കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. എല്ലാവരെ പോലെ നമുക്കെല്ലാം ഒന്നും കാണാനും കേൾക്കാനും പറയാനും സംസാരിക്കാനും തിന്നാനും കുടിക്കാനും പോകാനും ഇരിക്കാനും നിൽക്കുവാനും ഒന്നും കഴിയില്ല എന്നുള്ളത് പ്രമാണം നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. പ്രൈസലോ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കണം. പ്രൈസലോ. അപ്പൊ ഇവിടെ പറഞ്ഞത് മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹല്ലേലൂയ. അപ്പം ദൈവം സർവശക്തനായതുകൊണ്ട്, ദൈവം സർവശക്തനാണ്, ദൈവം സർവ്വവ്യാപിയാണ്, ദൈവം സർവ്വജ്ഞാനി ആയതുകൊണ്ട് അവനെതിരായി പ്രവർത്തിക്കുന്നവർക്കെതിരെ പ്രതികാരം ചെയ്യാൻ ദൈവത്തിനാണ് കഴിയേണ്ടത്. ദൈവമാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ദൈവം ഈ കാണുന്ന ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് അണ്ടകടാകത്തെ മുഴുവൻ നിർമ്മിച്ച് ഈ അഖിലാണ്ടത്തിന്റെ ഉടയൻ 7 വൻകരയെ അടക്കി ഭരിക്കുന്നവൻ, സകല ചരാചരങ്ങളുടെ ഉടയവനായിരിക്കുന്ന ദൈവത്തിനെതിരെ അനവധി ശത്രു സൈന്യം എഴുന്നേൽക്കുമെന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ കാലഘട്ടം തൊട്ടേ അനവധി ശത്രുക്കളുണ്ട്. അതിന്നും തുടർന്നുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുവൻ കർത്താവായ യേശുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച് വിശുദ്ധ ജീവിതം നയിപ്പാൻ കർത്താവായ യേശുവിനോട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴേ സമൂഹത്തിൽ നിന്ന് അനവധി പ്രതിസന്ധികൾ കടന്നു വരും. കുടുംബത്തിൽ നിന്നും, ബന്ധത്തിൽ നിന്നും, ചാർച്ചക്കാരിൽ നിന്നും ഒക്കെ നിൽക്കുന്ന സമുദായത്തിൽ നിന്നൊക്കെ ഒരുപാട് വെല്ലുവിളികൾ കടന്നു വരും. അവിടെയെല്ലാം നമുക്ക് എതിര് പറയാനോ അവരോട് പ്രകോപനപരമായി നിൽക്കുവാനോ അവരോട് യുദ്ധം ചെയ്യുവാനോ അല്ല ദൈവാത്മാവ് പഠിപ്പിക്കുന്നത്. മിണ്ടാതിരുന്ന് ഞാൻ അറിഞ്ഞുകൊള്ളു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ദൈവാത്മാവ് പറയുന്നത്. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ വിശ്വാസത്തിന്റെ വീട് വിട്ട് പോകേണ്ടി വന്നവരുണ്ട്, വീട്ടിലെ നന്മകളെല്ലാം നഷ്ടപ്പെട്ടവരുണ്ട്, എല്ലാം ഈ സന്തത സഹചാരികളെ മുഴുവൻ ഉപേക്ഷിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരൊക്കെ ഉണ്ട് വിശ്വാസത്തിന് വേണ്ടി. ഹല്ലേലൂയ. അങ്ങനെ പോരുമ്പോഴും നമുക്ക് എതിർപ്പുകൾ വളരെയാണ്. ആ എതിർപ്പിന്റെ നടുവിലും ഹല്ലേലൂയ യേശുവിന് വേണ്ടി ഉറപ്പോടെ നിൽക്കണം, കർത്താവിന്റെ സാക്ഷ്യമായി നിൽക്കണം. കാരണം ഈ ലോകത്തിൽ ഉള്ളതൊക്കെ ലോകപ്രകാരം നോക്കുമ്പോൾ ഇവിടെ താൽക്കാലികമാണ്. നമുക്ക് നിത്യതയിലേക്ക് പ്രവേശിപ്പാനുള്ള ഏക മാർഗം യേശുക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ.
അപ്പൊ ആ യേശുവിനെ അനുഗമിക്കുമ്പോൾ അനവധി പ്രശ്നങ്ങൾ ഉണ്ടാവും ഞാൻ പറഞ്ഞു. അവിടെ മിണ്ടാതിരുന്ന് ദൈവം നിറഞ്ഞു കൊള്ളണം അല്ലേ. അപ്പൊ യേശുവിനെതിരെ വരുന്ന സകല ദൈവമക്കെതിരെ കടന്നു വരുന്ന സകല വെല്ലുവിളികളെയും പ്രവർത്തിക്കുന്നവരെ അവരോട് എതിർക്കുവാൻ യുദ്ധം ചെയ്യുവാൻ ദൈവത്തിനാണ്, ദൈവശക്തനാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയാൻ പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പ്രതികാരം വിട്ടു എന്നൊക്കെ നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നുണ്ട്. സ്തോത്രം. നമ്മൾ പഴയ നിയമത്തിലേക്ക് യുദ്ധം എനിക്കുള്ളത്, യുദ്ധം യഹോവയ്ക്കുള്ളത്, ഇതെല്ലാം ദൈവവചനമാണ്. അപ്പൊ ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കും. ഈ 2025 പ്രാരംഭ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കെതിരെ കഠിനമായ ശോധനകൾ കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന് മുഴങ്കാലും അടക്കിയെന്ന് പ്രാർത്ഥിക്കണം. പ്രൈസലോ. ഇവിടെ വീണ്ടും വചനം പറയാണ്, സുവിശേഷ ഘോഷണത്താൽ ദൈവനാമം സകല ജാതികളുടെ ഇടയിൽ ദൈവം അറിയിക്കും. അതാണ് എഴുതിക്കും, മിണ്ടാതെ ഞാൻ ദൈവം നിറഞ്ഞുകൊള്ളുവിൻ, ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. അപ്പൊ നീ മുഖാന്തരം, നിങ്ങൾ ഒരാൾ മുഖാന്തരം, എന്നെ കേൾക്കുന്ന സഹോദര സൗരി, താങ്കൾ മുഖാന്തരം, താങ്കൾ ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന താങ്കൾ മുഖാന്തരം നിങ്ങളുടെ കുടുംബക്കാരുടെ ഇടയിലും നിങ്ങളുടെ ജാതികളുടെ ഇടയിലും നിങ്ങളുടെ ദേശത്തിലും നിങ്ങൾ നിൽക്കുന്ന ഭൂമിയിലും യേശുവിന്റെ നാമം മഹത്വമെടുക്കും. കാരണം കർത്താവ് ചെയ്തോളും. നമ്മളതിനകത്ത് വലിയ പ്രശ്നങ്ങളുമായിട്ടൊന്നും പോകണ്ട. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന് വചനം പല സന്ദർഭങ്ങളിലും സംസാരിച്ച് കാര്യങ്ങളെ നേടുന്നതിനേക്കാളും മൗനമായിരുന്ന കാര്യങ്ങളെ നേടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. മനുഷ്യൻ പറഞ്ഞാൽ പെട്ടെന്ന് കേട്ടാൽ മറുപടി പറയുന്നവരാ. എന്നാൽ പല ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയേ, അവർ എന്തെല്ലാം പറഞ്ഞാൽ അവരുടെ മറുപടി പറയാതെ, അവർ എതിർക്കാതെ, അതിന് മറുതലിക്കാതെ, വാദപ്രതിവാദമായിട്ട് പോകാതെ അവര് അങ്ങനെയുള്ള വാക്കിന് മുമ്പിൽ മൗനമായിരിക്കും. അവർ മൗനമായി ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവർ മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല. പ്രതികാരങ്ങൾ ശത്രു എഴുന്നേൽക്കുമ്പോൾ അവർ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങും. പ്രൈസ്. ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ അവരുടെ വിഷയങ്ങൾക്കകത്ത് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. അല്ലേ? അങ്ങനെ ദൈവം പ്രവർത്തിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന മുഖാന്തരം ജാതികളുടെ ഇടയിലും അല്ലെങ്കിൽ ആ ദേശത്തും ദൈവനാമം മഹത്വമെടുക്കും. അപ്പൊ ഇവിടെ നമുക്ക് ദൈവത്തിന് വചനം വായിക്കുന്നുണ്ട്. ഇസ്രായേൽ 430 വർഷം മിസ്രൈമിൽ അടിമകളായിരുന്നു എന്ന് നമുക്ക് വേദപുസ്തകം പഠിക്കുന്നുണ്ട്. 430 വർഷം ഇസ്രായേൽ മക്കൾ അടിമകളായി, അല്ലെങ്കിൽ ഫറവോന് ശക്തിയുടെ അടിമത്തത്തിൽ കിടന്നൊരു കാലഘട്ടം. വളരെ പീഡനങ്ങളായിരുന്നു. അടിമത്തിൽ നിന്ന് കർത്താവിനെ വിടുവിച്ച് കൊണ്ടുവന്നു. ഇസ്രായേൽ ജനങ്ങളെ വിടുവിക്കുന്നതിന് വേണ്ടി ദൈവം മിസ്രൈമ്യരുടെ ഇടയിൽ 10 ബാധകളെ അയച്ചു. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തോട് യുദ്ധം ചെയ്യുവാൻ അല്ല പറഞ്ഞത്, ഫറവോന് ശക്തിയോട് എതിർത്ത് നിൽക്കുവാനല്ല പറഞ്ഞത്. ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി. 10 ബാധകളെ അയച്ചു. ഇസ്രായേലിയുടെ വീട് തോറും പെസഹ കുഞ്ഞാടിന് രക്തം പൂശിയപ്പോൾ ഹല്ലേലൂയ മിസ്രൈമ്യരുടെ ആദിജാതൻ തുടങ്ങി സകലവും ദേശത്ത് നശിച്ചു. മിസ്രൈം ദേശത്തു നിന്ന് സകല ഇസ്രായേലും വിടുവിക്കപ്പെട്ടു. അപ്പം 10 ബാധകൾ അയച്ചിട്ടും ഫറവോന്റെ ഹൃദയം കഠിനമായി. ദൈവം അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഭവനത്തിന്റെ കട്ടളക്കാൽമേലും കുറുപടിമേലും കുഞ്ഞാടിന്റെ രക്തം പുരട്ടുക. സംഹാരം കടന്നു വരുമ്പോൾ നിങ്ങളുടെ ഭവനത്തെ തൊടാതെ വേണം, നിങ്ങളുടെ ഭവനം സുരക്ഷിതമായി തീരും. മിസ്രൈം ദേശത്തുള്ള സകലത്തിനെയും നശിപ്പിച്ചിട്ട് ദൈവം ഇസ്രായേൽ ജനത്തെ അവിടുന്ന് പുറപ്പെടുവിച്ചു. അതേ പ്രദേശിലേക്ക് നാം ഈ ദൈവം ഇത്ര വലിയ ശക്തനായി നമ്മുടെ ഇടയിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്തിന് ഭാരപ്പെടണം? അതുകൊണ്ടാണ് ഈ ദൈവം എന്തും നമ്മുടെ ദൈവം ആകുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തുന്നു പറയുന്നത്. അപ്പം 430 വർഷം അടിമത്തത്തിനായിരുന്ന ഇസ്രായേൽ ജനത്തെ വിടുവിച്ചുകൊണ്ടിരുവാൻ യഹോവയായ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഫറവോനെ ശക്തിയെ മുഴുവൻ തകർത്തുകൊണ്ട് ഇസ്രായേൽ ജനത്തിന് പോലും ഏൽക്കാതെ, അവരിലൊന്നുപോലും നഷ്ടപ്പെട്ടു പോകാതെ, അവരുടെ ആടുമാട് കന്നുകാലികളൊന്നും തകർന്നു പോകാതെ സകലത്തെയും രക്ഷിച്ചു കൊണ്ടുവരുവാൻ യഹോവയായ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ കോരഗോത്രന്മാര് സങ്കീർത്തനം എഴുതിയപ്പം പറഞ്ഞതാണ് 48-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്ക്, ഈ ദൈവം എന്നേക്കും നമ്മുടെ ദൈവമാകും, നമ്മെ ജീവപര്യന്തം വഴി നടത്തും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീവിതത്തിനകത്ത് നീ തളർന്നു പോകരുത്, നീ ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത്. ലോകക്കാർ പറയുന്ന വാക്കുകൾ കേട്ട്, നിന്ദകൾ കേട്ട്, അപമാനം കേട്ട്, പരിഹാസം കേട്ട് നിനക്കെതിരെ കടന്നു വരുന്ന ചാട്ടുളി പോലെയുള്ള വാക്കുകൾക്കും നീ തളർന്നു പോകരുത്. നീ ദൈവത്തിന് ഉറപ്പോടെ നിൽക്കുന്നെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കും. അതുകൊണ്ടാണ് 68-ാം സങ്കീർത്തനം 1-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ ദൈവം എഴുന്നേൽക്കുമ്പോഴാണ് ശത്രുക്കൾ ചിതറിപ്പോകുമെന്ന് പറയുന്നത്. അതെ, നിങ്ങൾ മിണ്ടാതിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിനെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിന് നിങ്ങളെ തന്നെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ
നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കുന്ന ദൈവം അല്ലേലിയ. നിങ്ങളുടെ പ്രാർത്ഥന മറുപടിയായി നിങ്ങളുടെ ശത്രുക്കളെ ചിതറിപ്പിക്കും അല്ലേലിയ. നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നതാ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവ്, ഈ പ്രഭാതത്തിൽ നീ പ്രതിസന്ധികളുടെ നടുവിലാണോ, വെല്ലുവിളികളുടെ നടുവിലാണോ, നിനക്ക് തരണം ചെയ്യാൻ കഴിയാത്ത പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിനകത്തുണ്ടോ, പലരുടെയും ചോദ്യചിഹ്നങ്ങൾക്ക് മുമ്പ് നീ തലകുനിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ നീ ഭാരപ്പെട്ടു പോകണ്ട. നീ ദൈവത്തിനെ പ്രാർത്ഥിച്ചു തുടങ്ങും. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഈ 2024 നീ പ്രാർത്ഥിച്ചത്, 2024 നീ ഉപവസിച്ചത്, 2024 കണ്ണീരൊഴുക്കി അനവധി വിഷയങ്ങളുണ്ട്. നിനക്ക് നിന്നോട് അനവധി ദൂതുകൾ, വാഗ്ദത്തങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് അറിയിച്ചിട്ടുണ്ട്. അതൊന്നും 2024 നേടിയില്ല എന്നോർത്ത് നീ ഭാരപ്പെട്ടു പോകണ്ട. ഈ 2025 ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതം ചെയ്യും അല്ലേലിയ. അപ്പൊ ഈ ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കൾക്ക് എന്നും ദൈവം അനുകൂലമായ സാഹചര്യമാണ് തരുന്നത്. ദൈവമക്കൾക്ക് ഒരിക്കലും ദൈവം പ്രതികൂലമല്ല, ദൈവം നമുക്ക് അനുകൂലമാണ്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ വായിക്കുന്നത്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാ ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസത്തിൽ നീ ക്ഷീണിച്ചു പോകാതെ, വിശ്വാസം നീ അടിപതറി പോകാതെ, വിശ്വാസം നീ തളർന്നു പോകാതെ, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന നീ തന്നെത്താൻ ത്യജിച്ചവന്റെ ക്രൂശ് എടുത്തവനെ അനുഗമിക്കട്ടെ എന്ന് പറയുന്നത്. അപ്പൊ ഇസ്രായേലിനെ വിടിവിച്ചു കൊണ്ടുവന്ന യഹോവയായ ദൈവം അല്ലേലിയ, അവരെ പാലിന്തേന് ഒഴുക്കുന്ന ദേശത്തേക്ക് കൊണ്ടുവന്ന ദൈവം അല്ലേലിയ. മരുഭൂമിയിലെ 40 വർഷ ജീവിത കാലത്തിനുള്ളിൽ അവരുടെ ജീവിതത്തിൽ ഒന്നിനും മുട്ടുവരാതെ ദിവസം തോറും അവർക്കിവിടെ മന്ന കൊടുത്ത്, കാടപ്പക്ഷിയെ കൊടുത്ത്, പാറയിൽ പിളർന്ന് വെള്ളം കൊടുത്തവൻ അല്ലേലിയ. അവരുടെ ജീവിതത്തിൽ ഒരു നഷ്ടങ്ങളുമില്ലാതെ ഇസ്രായേൽ ദേശത്തിന്റെ ഇസ്രായേൽ ദേശത്തിലെ ജനത്തെ ഇത്രമാത്രം കരുതിയ ഒരു ദൈവം, മിസ്രൈമിൽ കടന്ന ഇസ്രായേൽ ജനത്തെ കരുതിയ ദൈവം. അവർ വാഗ്ദത്ത കാനാന്റെ അതിലെത്തുവോളം അല്ലെങ്കിൽ അവർക്ക് ഇവിടെ മന്ന കിട്ടിയിരുന്നു എന്നുള്ളതാണ്. അത് ദൈവം ഈ ഭൂമി നിനക്ക് വേണ്ടുന്നതെല്ലാം നൽകിക്കൊണ്ടിരിക്കും. രക്തം ചെയ്യും. അപ്പൊ ഇവിടെ ദൈവത്തിന് പറഞ്ഞു, ഇന്ന് അവർ പാലും തേനും ഒഴുകുന്ന കാനാനിലേക്ക് പ്രയാണം ചെയ്ത് വിജയം ഭരിച്ച് ദേശത്തെ അവകാശമാക്കിക്കൊള്ളണമെന്ന് യഹോവയായ ദൈവം അവർക്ക് കൊടുത്ത കൽപ്പനയാണ്. മിസ്രൈമിൽ നിന്ന് ജനം പുറപ്പെട്ടാല് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്ത് ചെല്ലണം. കനാൻ ദേശത്ത് ചെല്ലുമ്പോൾ അവിടെ ജാതികളുണ്ട്, 7 ജാതികളുണ്ട്. അവർ വലിയ ശക്തികളാണ്. ആ ശക്തിയെ അവിടെ നിന്ന് തുരത്തിയിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ആ ദേശത്തെ കൈവശമാക്കണം. കാരണം ദൈവം കൂടെയുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഇതിനാൽ ഫറവോൻ തന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയത് കൊണ്ട് ഇസ്രായേലിനെ പിന്തുടർന്നു. ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോന്നു എന്നറിഞ്ഞപ്പോൾ ഫറവോനും സൈന്യവും തന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തി. ഫറവോന് ഹൃദയം കഠിനമായി. ഇസ്രായേലത്തെ ഇസ്രായേലം വരുന്നത് കണ്ട് ഭയപ്പെട്ടു. യഹോവയോട് അല്ലേലൂയ, സ്തോത്രം. ഇസ്രായേലത്തെ വിടുവിച്ചു കൊണ്ടുവന്നൊരു ദൈവം. അപ്പൊ ഫറവോനും സൈന്യവും ഇസ്രായേൽ മക്കളുടെ പിന്നാലെ വരുന്നത് കണ്ടിട്ട് ഇസ്രായേൽ മക്കൾ എത്തിയിരുന്ന നിലവിളിച്ചു നമ്മൾ വായിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് വായിക്കുന്നത് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രൈമ്യർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു എന്നുള്ളതാണ്. അല്ലേരിയ. അപ്പം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോന്നു എന്ന് ഫറവോൻ അറിഞ്ഞപ്പോൾ, ഇസ്രായേൽ മക്കൾ പോകുന്നെന്ന് അറിഞ്ഞപ്പോൾ ഫറവോന്റെ ഹൃദയം കഠിനമായി. ഫറവോനും സൈന്യവും പിന്നാലെ. ഫറവോനും സൈന്യവും വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ഭയപ്പെട്ടു പോയി. ഹല്ലേലൂയ. എന്നോട് ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് പോകാൻ അനുവദിച്ച ഫറവോൻ രാജാവ് ചില മണിക്കൂറുകൾക്കകം ഇസ്രായേലിന്റെ പിന്നാലെ പാഞ്ഞു ചെല്ലുവാനാണ് തീരുമാനിച്ചത്. ഹല്ലേലൂയ. മിസ്രൈമിൽ നിന്ന് പൊക്കോളാൻ പറഞ്ഞത് ഈ ഫറവോനാ. നിങ്ങൾ പോയി ദൈവത്തെ ആരാധിച്ചു വേണം. അങ്ങ് പോയി നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് എന്ത് ചെയ്തു? ഫറവോന്റെ ഹൃദയം കഠിനമായി. അപ്പോൾ ഫറവോന്റെ മനസ്സിൽ ഇസ്രായേൽ ജനം മുഴുവനും മിസ്രൈമിൽ നിന്ന് മോചിക്കപ്പെട്ടു. ഇനി അവരുടെ ദേശത്ത് കട്ടകൾ ആര് പിടിക്കും? പണി ആര് ചെയ്യും? അടിമ വേല ആര് ചെയ്യും? അതുകൊണ്ട് അവരെ വിടാൻ പാടില്ല. അവർ കൂട്ടായ തീരുമാനമെടുത്തു കാണും. അങ്ങനെ ഫറവോനും സൈന്യവും ഇസ്രായേൽ ജനത്തെ പിന്തുടരുകയാണ്. അല്ലേലൂയ. അപ്പൊ ഇസ്രായേൽ ജനം പിറകെ ഓടി വരുന്ന ശത്രു സൈന്യത്തെ കണ്ടപ്പോൾ ഭയപ്പെട്ട് നിലവിളിച്ചതിനാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഇസ്രായേൽ ചെങ്കടൽക്കരയിൽ വന്ന് താമസിക്കുമ്പോൾ, അവിടെ വന്ന് നിൽക്കുമ്പോഴേ ഫറവോനും സൈന്യവും മിസ്രൈമിൽ നിന്ന് വരുന്നത് കണ്ട് ഇസ്രായേൽ ഭയപ്പെട്ടു. അതിനകത്ത് നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യം, നമ്മളായാലും അത് തന്നെയാണ്. നമുക്കായാലും അങ്ങനത്തെ ചിന്താഗതി ഉണ്ടാകും. ഹല്ലേലൂയ. പക്ഷെ ദൈവം ഇസ്രായേലത്തിന് നൽകിയ അതുല്യമായ വിടുതല്, ഹല്ലേലൂയ, മിസ്രൈമി സൈന്യത്തിന് നൽകിയ കഠിനമായ ശിക്ഷാവിധി നമ്മൾ പഠിക്കണം.
അപ്പൊ ഫറവോനും സൈന്യം പുറകെ വരുന്നത് കണ്ട് ഭയന്ന് നിലവിളിച്ച് ഇസ്രായേൽ മക്കൾക്ക് ചെങ്കടലിൽ കൂടി പെരുവഴി ഒരുക്കി കൊടുത്ത് ഇസ്രായേലിനത്തെ സുരക്ഷിതമായി മരുഭൂമിയിലെത്തിക്ക് കടത്തുകയും അവർക്ക് പിന്നാലെ കടന്നു വന്ന ഫറവോനെ സൈന്യത്തെ അതേ ചെങ്കടലിൽ തന്നെ ആമി മുക്കിക്കളയുകയും ചെയ്തു. ഇസ്രായേലിനത്തിന് അനുഗ്രഹവും ഫറവോന് ശക്തിക്ക് ന്യായവിധിയുമായി മാറി ചെങ്കടൽ. ഹല്ലേലൂയ. അതേ മാതാവേ പിതാവേ, നിന്റെ ജീവിതത്തിൽ ഇത് തന്നെയാണ് ദൈവം ചെയ്യുന്നത്. ഈ 2025 അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ശക്തമായ ദൂത്, ആമൻ, ശത്രു നിന്റെ പിന്നാലെ പ്രബലമായി മാറിയ നിന്നെ ശത്രു ആമി പിന്തുടർന്നാൽ, നിന്നെ തകർക്കത്തക്ക നിലയിൽ ആമി പിശാചി തന്ത്രങ്ങൾ മെനഞ്ഞാലും സാത്താന് നിന്നെ വിട്ടുകൊടുക്കാതെ, പിശാചിന് നിന്നെ വിട്ടുകൊടുക്കാതെ അതിൽ നിന്നെ പൂർണ്ണമായി സംരക്ഷിപ്പാൻ ദൈവം പ്രാപ്തനാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. നീ ഒരിക്കലും അടിമയായി ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങളിൽ അകപ്പെട്ട് ജീവിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഈ ലോകത്തിന്റെ ഭയങ്ങളിലൂടെ നിന്നെ കടത്തിവിടുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എവിടെ നിനക്ക് പരാജയം വരുന്നു അവിടെ ദൈവം നിന്നോട് കൂടെയുണ്ട്. അങ്ങനെ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് വീണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുവെന്ന് പറയുന്നത്. പ്രൈസ് ദി. ഞാൻ ചോദിക്കട്ടെ, വിശ്വാസ ജീവിതത്തിൽ നിൽക്കുന്നതിന് പേരിൽ നിങ്ങൾ എന്തെല്ലാം കഷ്ടങ്ങൾ സഹിക്കുന്നുണ്ട്, എന്തെല്ലാം പ്രതിസന്ധികൾ നിങ്ങൾക്ക് നേരെ കടന്നു വരുന്നുണ്ട്. അങ്ങനെയുള്ള പ്രതിസന്ധികളെ കണ്ട് നമ്മൾ ഭയപ്പെടാനല്ല ദൈവം നമ്മെ വിളിച്ചത്, പ്രതിസന്ധികളെ ജയിക്കാനാണ്. രക്തം ചെയ്യും. അപ്പൊ ഇവിടെ ദൈവവചനം വായിച്ച വേറെ ചിലർ മോശയ്ക്ക് വിരോധമായി പിറുപിറുത്തു. ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് പോന്നപ്പം ചെങ്കടൽക്കരയിൽ എത്തി ചെങ്കടൽ കടക്കാൻ മാർഗമില്ലാതെ നിൽക്കുമ്പോൾ ഫറവോന് സൈന്യം പുറകെ വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇസ്രായേലിൽ തന്നെ ഒരു കൂട്ടം ജനം മോശയ്ക്ക് നേരെ പിറുപിറുത്തു. ആമി, മിസ്രൈമിൽ ശവക്കുഴിയിലായിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ട് വന്നത്? നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? മിസ്രൈമ്യർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടണം എന്ന് ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ എന്നൊക്കെ അല്ലെ ഈ ജനം മോശയോട് ചോദിക്കുക. അടിമത്തത്തിൽ കിടന്ന ജനത്തെ, 430 വർഷം അടിമത്തത്തിൽ കിടന്ന ജനം, തങ്ങൾ ഉറ്റവരും ഉടയരും ഒക്കെ മരണപ്പെടുന്ന കണ്ട ജനം, അവർ അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിലവിളിച്ച് കണ്ണുനീരൊഴുക്കിയ ഈ ജനം, അവരുടെ പ്രാർത്ഥന കേട്ട് അവരെ വിടുവിച്ച് ദൈവം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മരുഭൂമിയിൽ വെച്ച് മോശയ്ക്കെതിരെ പിറുപിറുക്കുക. ഹല്ലേലൂയ. അവൻ നമ്മൾ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 11 തൊട്ട് വാക്യങ്ങൾ വായിക്കും കാണുന്നുണ്ട്. അവർ മോശയോട്, മിസ്രൈമിൽ ശവക്കുഴിയിലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ട് വന്നത്? നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? മിസ്രൈമ്യർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടണം എന്ന് ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രൈമ്യർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. ദൈവം കൊടുത്ത ഉപകാരങ്ങൾ മറന്നുപോകുക. അടിമത്തത്തിൽ കിടന്ന ജനത്തെ, പാപത്തിൽ കിടന്ന ജനത്തെ, കഷ്ടതയിൽ കിടന്ന ജനത്തെ, കണ്ണുതിയിൽ കിടന്ന ജനത്തെ വിടുവിച്ച് കൊണ്ടുവന്നപ്പോൾ ഇവർ പറയുക, നീ ഞങ്ങളെ എന്തിനാ അവിടുന്ന് വിടുവിച്ചത്? ഞങ്ങളവിടെ കിടക്കുമായിരുന്നല്ലോ. ഈ മരുഭൂമിയിൽ കിടന്ന് ഞങ്ങൾ മരിക്കുന്നതിനേക്കാൾ അവിടെ വേല ചെയ്ത് മരിക്കുന്നതായിരുന്നു നല്ലതെന്ന്. ഇന്നും ഇത് തന്നെയല്ലേ പ്രിയ ശ്രോതാവ് ഈ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്ന പലരും ചെയ്യുന്നത്? അല്പം എന്തെങ്കിലും പ്രശ്നം കടന്നു വരുമ്പോൾ, ചെറിയ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങളുടെ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ വരുമ്പോൾ, പരീക്ഷകളോ പരിശോധന കടന്നു വരുമ്പോൾ ഇസ്രായേൽ മോശയുടെ നേരെ പിറുപിറുത്തതുപോലെ ഇന്നും പിറുപിറുക്കുന്ന സമൂഹം. നിങ്ങൾ പിറുപിറുക്കും തോറും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് കിട്ടാൻ താമസിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസത്തിൽ നിൽക്കുന്ന നിങ്ങൾ ഒരിക്കലും പിറുപിറുപ്പുകാരാകാതെ, നിങ്ങൾക്ക് ശോധനകൾ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളെന്ന് പറഞ്ഞ് നിങ്ങൾ മിണ്ടാതിരുന്ന് ദൈവത്തിനെ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ആ പ്രാർത്ഥന ദൈവം കേട്ടിട്ട് നീ കടന്നു പോകുന്ന വലിയ പ്രതിസന്ധികളെ അതിജീവിപ്പാൻ ദൈവം കൃപ ചെയ്യും. ഹല്ലേലൂയ. രക്തശയം. അത് ദൈവം നിനക്ക് അനുകൂലമാക്കട്ടോ. ഈ 2025 എന്ന് പറയുന്നത് ദൈവജനത്തിന് അനുകൂലമാണ്. ഒരു ശക്തമായ ദൈവ സാന്നിധ്യം, ഒരു വലിയ ഉണർവ് ദൈവം നിന്നിലും നിന്റെ ദേശത്തിലും നിന്റെ കുടുംബത്തിലും സഭയിലും വഹിക്കാൻ പോവുകയാണ്. ഒരു വലിയ ദൈവപ്രവർത്തനത്തിന്റെ ഭവനത്തിൽ നിന്റെ തലമുറയിൽ വഹിക്കാൻ പോവുകയാണ്. ഇന്നലകളിൽ വ്യാപരിച്ച് നിരളിന്റെ ആധിപത്യത്തെ നീക്കിയിട്ട് വെളിച്ചം നിന്റെ കുടുംബത്തിൽ വീശാൻ പോവുകയാണ്. നീ കേട്ട വാഗ്ദത്തങ്ങളെല്ലാം നിറവേറുന്ന വർഷങ്ങളാണ്. നീ കേട്ട ദൂതുകളെല്ലാം നിറവേറാൻ പോവുകയാണ്. നീ ഒഴുക്കിയ കണ്ണുനീരിന്റെ ദൈവം മറുപടി നൽകാൻ പോവുകയാണ്.
നിന്റെ കണ്ണുനീർ തുരുത്തിയിലാക്കി വെച്ചവനുണ്ട്. അതവൻ്റെ പുസ്തകത്തിലുണ്ട്. അത് അവിടെ അങ്ങനെ ഇരിക്കുന്നത്. അതിന് മറുപടി തരാൻ പോവാ ദൈവം. വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടല്ലേലുയ. അതെ, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. രക്തം ചെയ്യും. അപ്പം ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നീ സംശയിക്കേണ്ട കാര്യമില്ല. പക്ഷേ ദൈവഹിതപ്രകാരം നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനാണ്. ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കുന്ന, ദൈവ വ്യവസ്ഥയ്ക്ക് പ്രാർത്ഥിക്കുന്ന, ദൈവിക നിയമത്തോട് ചേർന്ന് വിശുദ്ധിയിലും വേർപാടിലും നിന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിനാണ് ദൈവം മറുപടി തരുന്നത് കേട്ടോ. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയൊക്കെ ദൈവം നോക്കും. ഹല്ലേലൂയ. നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ ജീവിതം എന്താണ്, നമ്മുടെ സാഹചര്യം എന്താണ്, നമ്മുടെ സ്വഭാവം എന്താണ് എന്നൊക്കെ ദൈവം നോക്കിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ തന്നെത്താൻ ശോധന ചെയ്ത് ദൈവത്തോട് ചേർന്ന് ലോക മാലിന്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിക്കണം. വിശുദ്ധിയിൽ അല്ലെ ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. അതാണ് ദൈവജനം പറയുന്നത്. അപ്പോൾ ഇസ്രായേൽ ജനം മോശയ്ക്ക് നേരെ പിറുവിറുത്ത പോലെ നിങ്ങൾ ദൈവത്തോട് പിറുവിറുക്കാതെ നിങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ഈ ഇസ്രായേൽ ജനം മോശയ്ക്ക് നേരെ പിറുവിറുക്കാതെ അവർ ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചിരുന്നെങ്കിൽ അവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്തേനെ. ഹല്ലേലൂയ. അവർ അവിടെ മോശയ്ക്ക് നേരെ പിറുവിറുക്കുകയാണ്. അപ്പൊ മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രയീമ്യർക്ക് അല്ലെങ്കിൽ വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. ഇവർ പറയാ, ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവന്ന് ഈ മരുഭൂമി ഞങ്ങൾ മരിക്കുന്നതിനേക്കാൾ നല്ലത് അവിടെ വേല ചെയ്ത് ജീവിക്കുന്ന, അവിടെ വന്നിട്ട് മരിക്കുന്നതായിരുന്നാല്. അത് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രയാസങ്ങൾ വരും, പ്രശ്നം കടന്നു ചെല്ലുമ്പോൾ ഞങ്ങൾ നിന്നിടത്ത് തന്നെ നിന്നാൽ മതിയായിരുന്നു. ഞങ്ങൾക്ക് അവിടെ വലിയ പള്ളിയുണ്ട്, വലിയ സമുദായമുണ്ട്, ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് സ്വന്തക്കാരുണ്ട്, ബന്ധക്കാരുണ്ട്, ചാർച്ചക്കാരുണ്ട്, ഞങ്ങൾക്ക് അവിടെ എല്ലാം ഉണ്ട്, അവിടെ അങ്ങ് നിന്നാൽ മതി എന്നുള്ള ചിന്ത എബ്രായ വിശ്വാസികൾക്ക് ഉണ്ടായതുപോലെ ഒരുപക്ഷെ ഇന്നത്തെ ജനത്തിനും ഉണ്ടാവും. ഇസ്രായേൽ ജനത്തിന് ഉണ്ടായതുപോലെ തന്നെ ഇന്നത്തെ ജനത്തിനും ഉണ്ടാവും. ഈ സുവിശേഷപരമായി പല സ്ഥലത്തും ചെല്ലുമ്പോൾ പലരുമായിട്ട് സംസാരിക്കും. പലരും പറയും, എൻ്റെ പാസ്റ്റർ നിന്നിടത്തൊക്കെയായിരുന്നു, ഇത്രയും വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു, അവിടെ നിന്നാൽ മതിയായിരുന്നു. ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞപ്പം പ്രശ്നങ്ങൾക്ക് പ്രശ്നമാണെന്ന്. ഹല്ലേലൂയ. ഞാൻ അവരോട് പറയും, എൻ്റെ സഹോദര, നിങ്ങൾ ഇതിനകത്തേക്ക് വന്നതുകൊണ്ടല്ല പ്രശ്നം, നിങ്ങൾ ദൈവസേന പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ദിവസവും ഇങ്ങനെ എന്നോട് ഒരാൾ പറഞ്ഞു, വിശ്വാസത്തിൽ വന്നേ അന്ന് തൊട്ട് ഞങ്ങൾക്ക് വെല്ലുവിളി തുടങ്ങി, പ്രശ്നം തുടങ്ങി, സമാധാനമില്ല, സന്തോഷമില്ല, സ്വസ്ഥതയില്ല, എല്ലാം ചിന്ന ഭിന്നമായി എന്നൊക്കെ എന്നോട് ഒരാൾ സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല അതിൻ്റെ സംഭവം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി നമ്മൾ ജീവൻ കൊടുക്കുമ്പോൾ ഹല്ലേലൂയ നിൽക്കുമ്പോഴേ ലോകം നമുക്കെതിരാകും. സ്തോത്രം. അതിനെ കണ്ട് നിങ്ങൾ ഭാരപ്പെട്ടു പോകണ്ട. അത് നിങ്ങൾക്ക് വെല്ലുവിളിയാണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങളെ പ്രാർത്ഥനയിൽ ശക്തനാക്കിയെടുക്കുക ദൈവം. നിങ്ങളുടെ പ്രാർത്ഥനയിലും ആരാധനയിലും വിശുദ്ധിയിലും ദൈവത്തുള്ള കൂട്ടായ്മയിലും ദൈവം നിങ്ങളെ ശക്തരാക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ മുഖാന്തരം ജാതികളിൽ അവൻ ഉന്നതനാകും, ഭൂമിയിൽ ഉന്നതനാകും. നീ നിന്ദിക്കപ്പെടുമ്പോൾ, അപമാനിക്കപ്പെടുമ്പോൾ, ദുഷിക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ മുഖാന്തരം ക്രിസ്തുവിന്റെ നാമം ഉയർത്തപ്പെടുക. രക്തം ചെയ്യും. അപ്പൊ നമുക്ക് പ്രതികൂലങ്ങളെ കണ്ട് നമ്മൾ ഭാരപ്പെട്ടു പോകണ്ട. കർത്താവിന്റെ നാമം മഹത്വം എടുക്കുക. കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം നമ്മളെയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെട്ടു പോകരുതെന്ന് ദൈവാത്മാവ് പറയുക. വീണ്ടും ആ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 13-14 വാക്യങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമിനെ അലിയ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിപ്പീനെന്ന് മോശ ഇസ്രായേലിനോട് പറയുക. ലേരിയ മോശയ്ക്ക് നല്ല വിശ്വാസമാണ്. മോശ തന്നെ ഭക്തനാണ്. മോശ ദൈവശബ്ദം കേൾക്കുന്നവനാ, ദൈവ വാക്ക് കേൾക്കുന്ന, ദൈവത്തോട് ചേർന്നിരുന്നവനാ. മാത്രമല്ല വലിയ പർവ്വതത്തിൽ 40 ദിവസം 40 രാവും പകലും പർവ്വതത്തിൽ ദൈവത്തോട് കൂടെ ഇരുന്നവനാ. മോശയ്ക്ക് ദൈവത്തെ നല്ല വിശ്വാസമാണ്. ഹല്ലേലൂയ. ദൈവ അത്ഭുതങ്ങൾ ചെയ്യുമെന്ന്. പക്ഷേ ഇസ്രായേലിന് ആ വിശ്വാസമില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിത, മോശയെ പോലുള്ള വിശ്വാസം നിനക്ക് വേണം. ഇസ്രായേലിനെ പിറുവിറുത്തോലെ നീ പിറുവിറുക്കരുത്. അതുകൊണ്ട് മോശ ഇത്ര ചങ്കൂറ്റത്തോടെ പറയുന്നത്, ഹല്ലേലൂയ. അപ്പോൾ മോശ അവരോട് പറഞ്ഞതെന്താ? ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കണം. സഹോദര സഹോദരി, നീ ഭയപ്പെടേണ്ട, നീ ഉറച്ചു നിൽക്കണം. വിശ്വാസത്തിൽ നീ ഉറച്ചു നിൽക്കണം. യേശു ക്രിസ്തുവിന്റെ നീ ഉറച്ചു നിൽക്കണം. നിന്നെ മുഴുവൻ ആളുകളും എതിർത്താലും, നിന്റെ കുടുംബം മുഴുവൻ എതിർത്താലും നീ വിശ്വാസത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുക, ഭയപ്പെടാതെ. അതോടൊന്ന് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പി. ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ.
അത് നിങ്ങൾ ഉറച്ചു നിൽക്കുമ്പോഴാണ്, അതിൻ്റെ നടുവിലാണ് ദൈവിക പ്രവൃത്തി വെളുപ്പം. നിങ്ങൾക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. എന്നിട്ട് ദൈവം പറയും, ഇന്ന് കണ്ട മിസ്രയീമിനെ നിങ്ങൾ ഇനി ഒരു നാളും കാണുകയില്ല. അല്ലേ? മോശ വിശ്വാസത്താലാ പറഞ്ഞത്. മോശയെ നോക്കിയപ്പം ഫറവോന് ശക്തി ഇസ്രായേലിന് പിന്നാലെ വരുന്നുണ്ട്. മോശയുടെ ചഞ്ചലപ്പെട്ടില്ല, ഭാരപ്പെട്ടില്ല, മനം കലങ്ങിയില്ല, പേടിച്ചൊന്നുമില്ല. മോശ ഇസ്രായേലത്തോട്, നിങ്ങൾ ഉറച്ചു നിൽക്കുക, നിങ്ങൾക്കുള്ള രക്ഷ നിങ്ങൾ കണ്ടു, ഈ വരുന്ന മിസ്രയീമിനെ ഇനി നിങ്ങൾ ഒരു നാളും കാണുകയില്ലെന്ന് മോശ പറയുക. അല്ലേ? എന്താണ് അതിനകത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇതിന്റെ സാരാംശം എന്താണ്? നിങ്ങൾ ചുമ്മാതിരുന്നാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അല്ലെ? ചെയ്യും. സമാധാനവും പ്രത്യാശയും നിങ്ങളുടെ ബലമാണ്. നിങ്ങൾ പെറുവിറുക്കാൻ നിങ്ങൾ വെറുതെ ഇരുന്നാൽ മതി എന്നേ. അല്ലേ? നിങ്ങൾ വെറുതെ ഇരിക്കും, ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങളുടെ ഉള്ളിൽ എന്താണ്? സമാധാനവും പ്രത്യാശയുമായിരിക്കണം. പ്രശ്നങ്ങൾ വർദ്ധിക്കും, നിങ്ങൾക്ക് സമാധാനം പ്രത്യാശയും വേണം. പ്രശ്നങ്ങളെ കണ്ടത് ഓടിപ്പോകരുത്, പ്രശ്നങ്ങളുടെ മുമ്പിൽ നീ തളർന്നു പോകരുത്. അപ്പം സമാധാനമായിരിപ്പിൻ, മിണ്ടാതിരിപ്പിൻ, ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അവസരം നിങ്ങൾ കൊടുക്കണം. അല്ലേ? ഇസ്രായേലിനകത്ത് മോശ പറയാണ്, നിങ്ങൾ സമാധാനമായിരിക്കണം, പ്രത്യാശയോടുകൂടിയിരിക്കണം, നിങ്ങൾക്ക് രക്ഷ ദൈവം തരും. മിസ്രയീമിലെ ദൈവം തുടച്ച് നീക്കിക്കളയും. ദൈവത്തിന് അവരോട് യുദ്ധം ചെയ്യുവാൻ നിങ്ങളൊന്ന് അവസരം കൊടുക്കുക. അല്ലേ? നിങ്ങൾ പിറുവിറുക്കാതിരിക്കാൻ. എൻ്റെ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവ്, നീ പിറുവിറുക്കാതിരിക്കും. ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുവാൻ, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടി നിന്റെ പിറുവിറുപ്പിനെ നീ മാറ്റിവേ. അല്ലേ? സ്തോത്രം. അങ്ങനെ അല്ലേ? കർത്താവ് എല്ലാം നോക്കിക്കൊള്ളും. നിങ്ങൾ സംസാരിക്കേണ്ട ഭാഗത്ത് കർത്താവ് സംസാരിക്കും. അല്ലേ? നിങ്ങളെ പൂർണ്ണമായി രക്ഷിപ്പാൻ, നിങ്ങളെ പൂർണ്ണമായി വിടിവിപ്പാൻ പ്രാപ്തനായ ദൈവം. നിങ്ങൾ മിണ്ടാതിരിക്കണം. നിങ്ങൾക്ക് വേണ്ടി ദൈവം സംസാരിക്കും. നിങ്ങൾക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും. നിങ്ങളുടെ പ്രതിയോഗിയെ ദൈവം മാറ്റിത്തരും. നിങ്ങളുടെ ശത്രുവിനെ ദൈവം മാറ്റിത്തരും. ഇസ്രായേലിനും ചെങ്കടലിൽ പെരുവഴി ഒരുക്കി കൊടുത്ത ദൈവം നിന്റെ ജീവിതത്തിന്റെ തടസ്സങ്ങളെയും മാറ്റി നിനക്കും വലിയ പെരുവഴി ഒരുക്കാൻ പോകുക. അത് നിന്റെ കണ്ണ് കണ്ടിട്ടില്ലാത്ത. അതുകൊണ്ടാണ് പൗലോസൊക്കെ പറയുന്ന പോലെ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് ഒരു ലേഖനത്തിൽ പറയുന്ന പോലെ, ഇസ്രായേലിന് വേണ്ടി ദൈവം ഒരുക്കിയെന്ന രക്ഷ ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത അത്ഭുതമാണ് ഇസ്രായേലിന് വേണ്ടി യഹോവയായി ദൈവം ചെയ്തത്. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലും അലിയ പൗലോസ് നമുക്ക് ഈ വചനം ഉറപ്പിച്ചു തന്നത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ഞാൻ ജാതികളുടെ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്നത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത അത്ഭുതങ്ങളെ യേശു നിനക്ക് വേണ്ടി നിന്റെ ഭവനത്തിൽ, നിന്റെ കുടുംബത്തിൽ ചെയ്യാൻ പോവുകയാണ്. രക്തം ചെയ്യും. അല്ലേ? നമ്മൾ വിശ്വാസത്തിൽ ഉറയ്ക്കണം കേട്ടോ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് ദൈവമഹത്വം കാണുന്നത്. അല്ലേ? നിങ്ങളെ മാർത്തിയുടെയും മറിയുടെയും ആ സംഭവം ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. നമ്മൾ വളരെ സുപരിചിതമായി വചനമാണ്, നല്ല ഓർമ്മയിലുള്ള വചനമാണ്. നമ്മൾ ഒരുപാട് മെസ്സേജുകൾ കേട്ടിട്ടുള്ളതാണ്, ഒരുപാട് അല്ലെങ്കിൽ സന്ദേശങ്ങൾ അന്നും ഇന്നും ഒക്കെ കേൾക്കുന്ന. ഒരുപക്ഷെ ആ മാർത്തിയുടെയും മറിയുടെയും സഹോദരനായിരിക്കും ലാസർ മരിച്ചുപോയ സംഭവം കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട്. അല്ലേ? നല്ല കാര്യമാണെന്ന് ഇതൊക്കെ. പക്ഷെ അതൊക്കെ എന്തിനാണ് അങ്ങനെ ദൈവം നമ്മെ ഓർപ്പിക്കുന്നത്? വിശ്വാസത്തിൽ ഉറയ്ക്കാൻ വേണ്ടിയാ. മാർത്തയ്ക്കും മറിയയ്ക്കും അവരോടൊപ്പം ഇരുന്ന് കരയുന്ന സങ്കടപ്പെടുന്ന യഹൂദന്മാർക്ക് പോലും ലാസർ ജീവനോടെ എഴുന്നേക്കുമെന്ന് പ്രതീക്ഷയില്ല. അവരെല്ലാം പറയുന്നത്, ഞങ്ങളുടെ സഹോദരൻ, ഞങ്ങളുടെ ലാസർ മരിച്ച് 4 ദിവസമായി, അവരെ കല്ലറയിൽ വെച്ച് അവന് നാറ്റം വെച്ച് തുടങ്ങി. ഇനി ആ കല്ലറയുടെ വാതിൽ തുറന്നാൽ, കല്ല് നീക്കിക്കഴിഞ്ഞാൽ ദുർഗന്ധം മാത്രമേ വമിക്കത്തുള്ളൂ, ദുർഗന്ധം മാത്രമേ പുറത്തു വരുള്ളൂ എന്ന് മാർത്തയും മറിയും യഹൂദജനം ഒന്നിച്ച് ചിന്തിച്ചും വിശ്വസിച്ചും പിറുപിറുത്തും കരഞ്ഞും കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. യേശു കല്ലറയ്ക്ക് ചെന്ന് പിതാവിനോട് പ്രാർത്ഥിച്ച് ലാസറയെ പുറത്തു വരാൻ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? കല്ലറയ്ക്കുള്ളിൽ നിന്ന് ദുർഗന്ധമല്ല വന്നത്, കല്ലറയ്ക്കുള്ളിൽ സുഗന്ധം പരത്തുന്ന വിധത്തിൽ ലാസർ ജീവനോടെ പുറത്തു വന്നു. മാർത്തയും മറിയും യഹൂദന്മാരും പറഞ്ഞു, ഇവൻ മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ചു. ഹല്ലേലൂയ. യേശു പറയാം, അവൻ നാറ്റത്തോടു കൂടിയല്ല വരുന്നത്, സുഗന്ധം പരത്തുവാനാ വരുന്നതെന്ന്. അതെ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല,
ചെവി കേട്ടിട്ട് ഒരു മനുഷ്യനെ ഹൃദയത്തിൽ തോന്നിട്ടില്ല. മാർത്തയ്ക്കോ മറിയയ്ക്കോ കൂടെ യഹൂദന്മാർക്കോ മനസ്സിലാകാത്ത അത്ഭുതമാണ് യേശു അവിടെ ചെയ്തത്. അതെ, ഇന്ന് പകലിനെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവം നിന്റെ ജീവിതത്തിലും അതുപോലെ അത്ഭുതം ചെയ്യാൻ ആഗ്രഹിക്കുക. നിനക്കൊരു വിടുതൽ നൽകുന്ന ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ ജീവിതത്തിന്റെ തകർന്ന അനുഭവത്തിൽ, നിന്റെ ജീവിതത്തിൽ തളർന്ന അനുഭവത്തെ, നീ നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് കണ്ണുനീരോടെ നിൽക്കുന്ന ചില വിഷയങ്ങളുടെ നടുവില് നീ ചോദിച്ചിട്ടും മറുപടിയില്ല, നീ പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ല എന്നൊക്കെ ചിന്തിച്ച് മനം കലങ്ങി ഇരിക്കുന്ന അനുഭവമാണോ? ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ശക്തമായി ദൂത്, ആമേൻ, മരിച്ചവനായ ലാസറിനെ പുറത്തു കൊണ്ടുവന്ന പോലെ നിന്റെ പ്രശ്നങ്ങൾ മരിച്ചു കിടക്കുന്നത് പോലെ ആണെങ്കിലും അതിന് ജീവൻ നൽകി അതിന് മറുപടി നൽകുവാൻ ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്ന കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടല്ലേരിയ. സാമ്പത്തികമായി നീ പരാജയത്തിലാണോ? ആമി മക്കളെ കുറിച്ച് നീ പരാജയത്തിലാണോ? നിന്റെ കുടുംബത്തെ കുറിച്ച് നീ ആമി പരിഭവപ്പെടുകയാണോ? നിന്റെ കുടുംബജീവിതം തകർന്നതാണോ? നിന്റെ നന്മകളെല്ലാം തടസ്സപ്പെട്ട് ആമി നീ കടക്കടിയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ? ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് നീ അതേ വിധത്തിൽ പോകുവാനല്ല, അതിനകത്തൊരു വിടുതൽ ദൈവം തരാൻ ആഗ്രഹിക്കുക. നിന്റെ കടക്കെണികളെ മാറ്റുവാൻ, നിന്റെ ജപ്തിയെ മാറ്റുവാൻ, ലരിയ നിന്റെ സങ്കടങ്ങളെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് മിണ്ടാതിരിഞ്ഞ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ, ഈ ദൈവം എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്, ഹല്ലേലൂയ. ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ട്. ദൈവത്തിന്റെ ആത്മാവിന് നിന്നിൽ വലിയ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. നിന്റെ കുടുംബത്തിന്റെ ശൂന്യതയെ ദൈവം മാറ്റുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിന്റെ ജീവിതത്തിന്റെ നന്മയുടെ ശൂന്യതയെ മുഴുവൻ മാറ്റിയെടുത്ത്, ഹല്ലേലൂയ, അതിനകത്ത് ദൈവം അത്ഭുതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പാഴും ശൂന്യമായി കിടന്ന, പാഴും ഭൂരഹിതമായി കിടന്ന നമ്മുടെ ഭൂമിയെ പുനരാവർത്തനം ചെയ്ത് പുതിയ സൃഷ്ടി ദൈവം കൊടുത്തപ്പോൾ പാഴും ശൂന്യമായി കിടന്ന ഭൂമിക്കകത്ത് വെളിച്ചം വീശി. ഹല്ലേലൂയ. വെളിച്ചം വീശുക മാത്രമല്ല, സകല സസ്യാദികളും സകല മൃഗങ്ങൾ ഇഴജാതികളും ഭൂമിയിൽ വേണ്ടുന്നതെല്ലാത്തിനും സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ദൈവം നിന്റെ ജീവിതത്തിനകത്തും അത്ഭുതം ചെയ്യും. ആമി ശൂന്യമായി കിടക്കുന്ന, ആമി മരുഭൂമിക്ക് സമാനമായി കിടക്കുന്ന, ആമി ഭൂരഹിതമായി കിടക്കുന്ന ആ അനുഭവത്തെ ദൈവം മാറ്റിയിട്ട് ചില തളിർപ്പുകളെ ദൈവം നൽകാൻ ആഗ്രഹിക്കുക. രക്തം ചെയ്ത് വിശ്വസിക്കുന്നുണ്ടോ? അതെ, ഈ 2025 ജനുവരി മാസം 2-ാം തീയതി ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെടുന്ന ദൂത്, ആമി നിന്റെ കണ്ണുനീരിന് മറുപടിയായി, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ഹല്ലേലൂയ. അതെ, സക്രിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ വാർദ്ധക്യത്തിലുള്ള ഹല്ലേലൂയ ആ ജീവിതത്തിനകത്ത് നീ നിന്റെ ഭാര്യയും വയസ്സ് ചെന്നവരാണ്. അതെ, ഹല്ലേലൂയ. എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. ഹല്ലേലൂയ. അവന് യോഹന്നാൻ എന്ന് പേരിടണം. അവൻ എനിക്ക് മുമ്പേ വഴിയൊരുക്കണം, എനിക്ക് മുമ്പേ ചെല്ലേണ്ടിവനാ. അതെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന് സക്രിയാവിനോട് ദൈവം പറഞ്ഞ് ആ വാക്കിനകത്ത് ആമി എലിസബത്തിന് ആമി യോഹന്നാനിൽ നിന്നൊരു യോഹന്നാനെ കൊടുക്കാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, നിന്റെ ജീവിതത്തിൽ ദൈവം അത് ചെയ്യുമെന്ന് നമ്മൾ വചനമൊക്കെ അങ്ങ് വിശ്വസിച്ചാൽ മതി. ലോകത്തെ ഒന്നും നമ്മൾ വിശ്വസിക്കുക, ലോകക്കാരുടെ വാക്കുകളൊന്നും വിശ്വസിക്കുക, വചനം അങ്ങ് വിശ്വസിക്കുക. ലരിയ ആ വചനം നിന്റെ ജീവിതത്തിനകത്ത് പ്രവചനമായി വെളിപ്പെടും. അത് പ്രവചന ദൂതുകളായി ജീവനായി മാറും. ഹല്ലേലൂയ. അതെ, ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന വചനം നിന്റെ ജീവിതത്തെ പ്രവചനമായി ദൂതായി വെളിപ്പെടുമ്പോൾ, നീ ആ വചനം ഏറ്റെടുക്കുമ്പോൾ, ആമി നിന്റെ കണ്ണുനീരിനെ ഒപ്പാൻ ദൈവത്തിന് കഴിയും. നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കാൻ ദൈവത്തിന് കഴിയുമെന്നാണ്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്നവനാ ദൈവം. ഹല്ലേലൂയ. അത് ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവുക. അന്ന് മോശയുടെ വാക്കിൻ പ്രകാരം ഇസ്രായേൽ മക്കൾ മിണ്ടാതിരുന്നപ്പോൾ മോശ തന്റെ വടി ഓങ്ങി ചുവന്ന സമുദ്രത്തെ എന്ന് പറയുന്ന ചെങ്കടലിനെ 2-ആയി പിളർന്നു. എല്ലാവരും ശാന്തമായി ആ ചെങ്കടൽ നടുവിലൂടെ ഉണങ്ങിയ നിലത്തൂടെ മറുകര കടന്നു. മോശ പറഞ്ഞു, നിങ്ങൾ മിണ്ടാതിരിക്കെ, നിങ്ങൾ പിറുവിറുക്കാതെ മിണ്ടാതിരിക്കെ. യേശു യഹോവയെ ദൈവം നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്ന രക്ഷ കാണുക. നിങ്ങൾ കണ്ട ഈ മിസ്രൈമിനെ നിങ്ങൾ കാണുകയില്ല. അവരൊക്കെ ഒരു ശാസന മോശ കൊടുത്തു കാണാം. കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇസ്രായേൽ ഒന്നടങ്കം മിണ്ടാതിരിക്കുക. പേടി കാണും. കാരണം ഫറവോന്റെ രഥം ഇങ്ങനെ ഓടി വരികയാണ്. പേടി കാണാം. എങ്കിലും മോശയുടെ വാക്കിന് അവർ മിണ്ടാതിരുന്നു. മോശ തന്റെ കയ്യിലിരുന്ന വടിയെടുത്ത് ചെങ്കടലിൽ നീട്ടിക്കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ഒരു കിഴക്കൻ കാറ്റ് അടിപ്പിച്ച് ചെങ്കടൽ 2-ആയിട്ട് പിളർന്നു. ചെങ്കടൽ 2-ആയിട്ട് പിളർന്ന് ആമീൻ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന ഇസ്രായേൽ ജനം മുഴുവനോട് ആടുമാട് കന്നുകാലികളിൽ ഒന്നുപോലും കുറഞ്ഞു പോകാതെ അവർ ഉണങ്ങിയ നിലത്തുകൂടി, ഹല്ലേലൂയ,
അക്കരെ കടന്നു. ഒറ്റ രാത്രി സംഭവിച്ചതാ. നമ്മൾ നോക്കി, ഒറ്റ രാത്രി കൊണ്ട് ഈ ചെങ്കടലിനകത്ത് ചെളി ഉണ്ടായിരുന്ന ചെളികൾ കൊണ്ട് നിറഞ്ഞ് ചെളിക്കകത്ത് പുതഞ്ഞു പോകേണ്ട ആ സാഹചര്യം എല്ലാം ഓർത്ത് അത് ഉണങ്ങിയ നിലമായി മാറി എന്ന് പറയുമ്പോൾ അല്ലേ, നമുക്കറിയാം മനുഷ്യൻ ഇറങ്ങി ചവിട്ടിയ കാല് താഴും, കന്നുകാലികളെല്ലാം കൂടെ ഇറങ്ങി കാല് താഴും. അങ്ങനെ ചെളിക്കകത്തൂടെ കടന്നു പോകാതെ അല്ലേ ആ ചെങ്കടലിന് നടുവിൽ ഉണങ്ങിയ നിലത്തെ ദൈവം കൊടുത്തു. എന്ത് അത്ഭുതമല്ലേ! അത്ര ഒരു അത്ഭുതമാണ് ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ ഒരുങ്ങുന്നത്. നീ ചെളിക്കകത്ത് വീഴുവാനല്ല, നീ ചെളിയിൽ താണു പോകുവാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നാശകരമായ കുഴിന്നും കുഴഞ്ഞ ചേറ്റുന്നു ക്രിസ്തു എന്ന പാറയിൽ നിന്നെ ഉറപ്പിച്ചു നിർത്താനാ. പുതിയ പാട്ട് നിന്റെ നാവിൽ തരാൻ വേണ്ടിയിട്ടാ. അത് നമ്മുടെ ദൈവത്തിന് സ്തുതി. അത് പലരും കണ്ട് ഭയപ്പെടുവാൻ നീ മുഖാന്തരം ജാതികളുടെയും ദൈവം തന്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുക. വിശ്വസിക്കുന്ന എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടല്ലേ. ദൈവത്തിന് വേണ്ടി നമ്മൾ സമയം വിട്ടുകൊടുക്കണം. നമ്മൾ കർത്താവിന് സമയം വിട്ടുകൊടുക്കണം. ദൈവത്തിന് പ്രവർത്തിക്കാൻ സമയം വിട്ടുകൊടുക്കണം. അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ ഓർത്തു നോക്കി, അല്ലെ, ഇസ്രായേൽ മക്കൾ മിണ്ടാതിരുന്നപ്പോൾ മോശ തന്റെ വടിയെടുത്ത് ചെങ്കടലിന്മേൽ നീട്ടിയപ്പോൾ സമുദ്രം രണ്ടായിട്ട് പിളർന്നു. അല്ലേ. അതൊരു വലിയ കാഴ്ചയായിരിക്കും അല്ലേ, വലിയൊരു കാഴ്ചയായിരിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഈ സമുദ്രമൊക്കെ രണ്ടായിട്ട് പിളർന്നിങ്ങനെ വഴിമാറി സമുദ്രം രണ്ട് സൈഡിലും അല്ലേ വലിയ പടുകൂറ്റ മതിൽക്കെട്ട് പോലെ നിൽക്കുന്ന ആ അനുഭവമേ. അപ്പം ദൈവത്തിന്റെ കരുതലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എത്രമാത്രം ഇസ്രായേൽ ജനത്തെ ദൈവം സ്നേഹിച്ചു. എന്നെ കേൾക്കുന്ന മാതാപിതാ, ഇസ്രായേൽ ജനത്തെ എത്രമാത്രം ദൈവം സ്നേഹിച്ചു. അവരെ എത്രമാത്രം മാറോട് ചേർത്ത് പിടിച്ചു. ഫറവോനും സൈന്യത്തിനും വിട്ടുകൊടുക്കാതെ, ചെങ്കടൽ വിട്ടുകൊടുക്കാതെ, അവൽ ഒന്നുപോലും കുറഞ്ഞു പോകാതെ സകല എണ്ണത്തെയും രക്ഷിപ്പാൻ യേശുവിന് കഴിഞ്ഞെങ്കിൽ നിന്റെ ശത്രുവിന് ദൈവം വിട്ടുകൊടുക്കത്തില്ല കേട്ടോ. നിന്റെ ശത്രുവിന് ദൈവം വിട്ടുകൊടുക്കത്തില്ല. ഫറവോന് ശക്തികൾക്ക് ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. ജാതികൾക്ക് ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. നിന്റെ എതിരാളികൾക്ക് ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. നീ കടക്കിടിയെ തകരാൻ ദൈവം അനുവദിക്കത്തില്ല. നീ ജീവിതത്തിൽ തകർന്ന് നിരാശപ്പെട്ടു ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ജീവിതം മരണത്തിന് ഏൽപ്പിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നീ മറ്റുള്ള ലജ്ജിതനത്തിന് ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യാൻ പോകുകയാ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാനോ ലോകാവസാനത്തുള്ള എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന്. മത്തായിയുടെ സുവിശേഷം 28:20 വായിക്കുന്നത് പോലെ ലോകാവസാനത്തുള്ള എല്ലാ നാളും നമ്മോട് കൂടി ഇരിക്കുന്ന യേശുവിന്റെ സാന്നിധ്യം ഇന്ന് പകൽ നീ അനുഭവിച്ചറിയണം കേട്ടോ. രക്തം ചെയ്യാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വൈദ്യുതി കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. നാളുകളായി നീ പ്രാർത്ഥിച്ചില്ല ഒരു തലമുറയ്ക്ക് വേണ്ടി, നാളുകളായി നീ പ്രാർത്ഥിച്ച ഒരു ഭവനത്തിന് വേണ്ടി, നാളുകളായി നീ പ്രാർത്ഥിച്ച ഒരു സ്ഥലം വാങ്ങാൻ വേണ്ടി, നാളുകളായി നീ പ്രാർത്ഥിച്ചില്ല ജോലിക്ക് വേണ്ടിയിട്ട്, നാളുകളായി നീ പ്രാർത്ഥിച്ചില്ലേ നിന്റെ ജീവിതത്തിൽ സമാധാനത്തിന് വേണ്ടി. അല്ലേലിയ, അതൊന്നും വ്യർത്ഥമല്ല, നഷ്ടമല്ല. ഇതിലെല്ലാം ഈ 2025 നീ മറുപടി കാണാൻ പോകുക. നീ മിണ്ടാതിരുന്ന് പ്രാർത്ഥിക്കണം. മിണ്ടാതിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. അല്ലേലിയ, പല വിഷയങ്ങൾക്കകത്തും നമുക്ക് മറുപടി കാണാൻ കഴിയാത്തത് നമ്മുടെ എടുത്തുചാട്ടമാണ്. നമ്മുടെ എടുത്തുചാട്ടവും നമ്മുടെ കോപവും നമ്മുടെ അരിശവും നമ്മുടെ പിറുപിറുപ്പൊക്കെയാണ് പല വിഷയത്തിനും മറുപടി കാണാതെ കഴിയുന്നത്. അല്ലേ. നമ്മൾ എടുത്തു ചാടരുത്, കോപിഷ്ടരായി മാറരുത്. നമ്മൾ എടുത്തു ചാടാതെ കോപിഷ്ടരായി മാറാതെ, നമ്മൾ ഈ തറുതല പറയാതെ, തർക്കുത്തരവൊക്കെ പറയാതെ, സംശയിക്കാതെ നമ്മൾ ആ വിഷയം കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തേരെ. നിങ്ങൾ ശാന്തരായി മാറണം, സൗമ്യരായി മാറണം. അല്ലേ. ശാന്തരായി സൗമ്യരായി നിങ്ങൾ ദൈവത്തിൽ ഇരുന്നാൽ മതി. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നതിനും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അല്ലേ. മത്തായിയുടെ സുവിശേഷം 11:28, 21, 30 വാക്യങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും. അല്ലേ. അവന്റെ ചുമടിലേക്കുക. അല്ലേ. നിങ്ങൾ സൗമ്യതയും താഴ്മയുടെ അനുഭവത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ചെങ്കടലിനെ വിഭാഗിച്ച ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. അല്ലേലിയ. ഇവിടെ ദൈവത്തിന് വചനം വായിക്കുന്നു. അല്ലേയ, ഇസ്രായേൽ ജനം അല്ലേയ സ്തോത്രം ചെങ്കടലിറങ്ങി നടന്ന് അക്കരെ കടക്കുകയാണ്. അല്ലേ. അതേ അനുഭവത്തിലൂടെ തന്നെ ഫറവോന് സൈന്യവും ചെങ്കടൽ കടക്കാൻ വരികയാണ്. അങ്ങനെ ഫറവോന് സൈന്യം ചെങ്കടലിന്റെ കരയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ ചെങ്കടൽ അക്കരെ കയറി കഴിഞ്ഞു. അല്ലേ. ഇസ്രായേൽ മുഴുവൻ, അവർ ആടുമാട് കന്നുകാലികൾ മുഴുവൻ ചെങ്കടൽ അക്കരെ മരുഭൂമിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് മുമ്പത്തെ പോലെ ചെങ്കടലിനെ നീട്ട്.
ആമേൻ. അങ്ങനെ മോശ തന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് ചെങ്കടലിൽ ഞെട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ചെങ്കടൽ കരയിൽ എത്തി നിൽക്കുന്ന ചെങ്കടലിലൂടെ യാത്ര ചെയ്ത് ഇസ്രായേലത്തെ പിന്തുടരുവാൻ ശ്രമിച്ച ഫറവോന്റെ സൈന്യവും ചെങ്കടലിലേക്ക് ഇറങ്ങി അവർ രഥം ഓടിച്ചു തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? ചെങ്കടൽ പഴയതുപോലെ വന്നു. അവർ മുഴുവനും വെള്ളത്തിൽ മുങ്ങി ചത്ത് കേട്ടോ. അത് നിന്റെ ശത്രുവിനെ തകർക്കുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നിങ്ങൾ മിണ്ടാതിരിക്കും, ദൈവം യുദ്ധം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നീ മൗനമായിട്ട് ഇന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ശത്രു എത്ര പ്രബലനായിരുന്നാലും നീ ഭാരപ്പെട്ടു പോകണ്ട. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ നിങ്ങൾ സമുദ്രത്തെയോ നിങ്ങൾ യോർദാനെയോ നിങ്ങൾ എരിഹോ പോലുള്ള മതിലുകളൊന്നും കണ്ട് നീ ഭാരപ്പെടേണ്ടെന്ന് ദൈവം നിന്നെ വിടുവിച്ചോളും. ഹല്ലേലൂയ. ദൈവം അതേ സമയത്ത് ഫറവോനെ അവന്റെ സൈന്യത്തെ മുക്കിക്കളഞ്ഞു. എന്നെ കേൾക്കുന്ന സഹോദരൻ, നീ മിണ്ടാതിരുന്ന് ദൈവമെന്നറിഞ്ഞുകൊള്ളുവീൻ. എൻ്റെ മിണ്ടാതിരുന്ന് ദൈവം എന്നറിഞ്ഞുകൊള്ളും. നിനക്ക് പ്രാർത്ഥിക്കാൻ അധികം അവസരം തന്നിരിക്കുന്നത്. നിന്റെ പിറുവിറുക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം വിളിച്ചത്. കോപിഷ്ഠനാകാൻ വേണ്ടിയിട്ടല്ല ദൈവം നിന്നെ വിളിച്ചത്. നീ മറ്റുള്ളവർക്കെതിരെ വാക്കുകളും കൊണ്ട് യുദ്ധം ചെയ്യുവാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നീ അനുഭവിക്കുന്ന ശോധനയുടെ നടുവിലെ നിന്നെ പ്രാർത്ഥിക്കാനാണ് ദൈവം വിളിച്ചത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിങ്ങൾ കർത്താവോട് പ്രാർത്ഥിക്കുക. അവൻ അത്ഭുതം ചെയ്യും. അത്ഭുതം മന്ത്രിയ. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. ഞാൻ വായിച്ച വചനത്തിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിഞ്ഞുകൊള്ളുവെന്ന് സങ്കീർത്തനക്കാരൻ പറയുക. ഹല്ലേലൂയ. അപ്പൊ സങ്കീർത്തനക്കാരന്റെ ഈ വാക്കുകൾക്കകത്ത് എത്രമാത്രം ദൈവ സാന്നിധ്യമുണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകലിനെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കുക. ഹല്ലേലൂയ. ഓരോരുത്തർമാർ ഈ സങ്കീർത്തനം എഴുതുമ്പോൾ ദൈവമാരുടെ സംഗീതവും സഹായമാണെന്ന് ഓരോരുത്തർമാരുടെ എഴുത്തിലൂടെ നമുക്ക് ഈ ദൈവത്തിനെ വെളിപ്പെടുത്തി തരുമ്പോൾ അത് ദൈവത്തിന്റെ സംഗീതവും സഹായവുമാണ്. അല്ലേ? നീ തളരരുത് കേട്ടോ. 2025 തളരരുത്. ഞാൻ സ്നേഹത്തോടെ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ തളരരുത്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഞാൻ പറയട്ടെ, എനിക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ എപ്പോഴും പറയാറില്ല, ഒരുപാട് പ്രശ്നങ്ങളും വെല്ലുവിളികളും ഒരുപാട് പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. ഞാൻ തളരാതെ നിൽക്കുക. എന്താണെന്നറിയാവോ? കർത്താവ് എൻ്റെ സംഗീതവും സഹായവും കഷ്ടങ്ങൾ ഏറ്റവും അടുത്ത തുണയാണെന്ന് ഈ വചനം എന്നോട് സംസാരിക്കുമ്പോൾ കർത്താവ്, നീ മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്നറിഞ്ഞുകൊള്ളും. ജാതികളുടെ ഞാൻ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. കർത്താവ് പിന്നെ എൻ്റെ പിറുപിറുപ്പുകളൊക്കെ അങ്ങ് മാറിപ്പോകും. പിന്നെ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുക. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുക. കർത്താവ് അത്ഭുതം ചെയ്യും. ഇതുപോലെ ആരെങ്കിലും ക്ഷീണിച്ചും തകർന്ന് കണ്ണുനീരിൻ്റെ ദുഃഖത്തിൻ്റെ അടിയിലൂടെ കടന്നു പോകുന്നു. പരിശുദ്ധന്മാർ പറയുകയാണ്, ദൈവം ലഭിച്ചു കൊടുത്തതിനോടൊപ്പം പ്രാർത്ഥിക്കാമോ? ഒരു അത്ഭുതം ദൈവത്തിൻ്റെ ജീവിതത്തിൽ ചെയ്യും. കണ്ണുകളടച്ചാട്ട്, പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ട് ജനത്തെ അനുഗ്രഹിച്ച ദൈവം ഈ ജനത്തെ അനുഗ്രഹിക്കട്ടെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരിൻ്റെ ദുഃഖത്തിൻ്റെ ഭാരത്തിൻ്റെ പരീക്ഷയുടെ കഷ്ടതയുടെ നടിയിലൂടെ ജനം കടന്നു പോകുമ്പോൾ സാമ്പത്തികമായി ഞെരുങ്ങും ഭവനമില്ലാതെ, അല്ലെങ്കിൽ സ്വന്തമായി വീടില്ലാതെ, കടക്കണിയാൽ ബിസിനസ് തകർന്ന് എല്ലാ വിധത്തിലും കർഷക തലമുറയെ കൊണ്ട് ഭാരപ്പെടുമ്പോൾ, ഭർത്താവിനെ കൊണ്ട്, ഭാര്യയെ കൊണ്ട്, കുടുംബജീവിതം ഭിന്ന ഭിന്നമായി വിവിധ തലങ്ങളായി രോഗത്താൽ ഭാരപ്പെടുന്ന സകല ജനത്തെയും ശൈശവത്തിലും ബാല്യത്തിലും കൗമാരി യുവനത്തിലും വാർത്തയിലും അനുഭവത്തിൽ യാചി റോഡിന്റെ ചോളിലും തടവറയിലായിരിക്കുന്ന വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ സംസ്ഥാനങ്ങൾ രാജ്യങ്ങളെ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാളം, നേതാവ്, ഗോത്രങ്ങൾ, ദ്വീപുകൾ, ആദിവാസി മേഖല, ട്രൈബൽ മേഖലയായിരിക്കുന്ന സകല ജനത്തെയും, കേരളത്തിലെ 3.25 കോടി ജനങ്ങൾ, തലമുറകൾ, എണ്ണത്തിൽപ്പെടാത്ത അന്യസംസ്ഥാന തൊഴിലാളികൾ, ഇന്ത്യയുടെ 29 സംസ്ഥാനങ്ങളായി 140 കോടിയിലധികം ജനങ്ങൾ, 7 കേന്ദ്രപ്രദേശങ്ങളായ ജനത്തെയും, ലോകരാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങളായി 800 കോടി ജനത്തിനായി, സകല മേഖല, പൊതുമേഖല, ആരോഗ്യമേഖല, സാമ്പത്തിക വിദ്യാഭ്യാസ മേഖല, ബാങ്കിങ് മേഖലയായി സകല ജനത്തെയും അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ജനത്തെ അനുഗ്രഹിക്കണമേ. കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, വേദന, ദുഃഖങ്ങൾ, കണ്ണുനീരിൽ ജനത്തെ വിടിവിക്കണമേ. ശാരീരികമായി ക്ഷീണങ്ങൾ വിടിവിക്കണമായി പ്രാർത്ഥിക്കുന്നു. കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അതിർത്തികൾ കാക്കുന്ന BSF, CRP, പോലീസിന്റെ വിവിധ സെക്ഷണൽ ജുഡീഷ്യൽ വിഭാഗങ്ങളെ, കർത്താവിന്റെ കേന്ദ്ര അവസാന ജീവനക്കാരെ, കടലോര വാസികൾ, തീരദേശവാസികൾ, മത്സ്യബന്ധന കടന്നുപോയി കനികളും കമ്പനി ഫാക്ടറി ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ കർത്താവ് സ്വന്തം ടാക്സി ഓട്ടോ പണിയുന്നവർ, കൺസ്ട്രക്ഷൻ വെക്കാൻ മോട്ടോർ രംഗത്തായിരിക്കുന്നവർ, ചെറുതും വലുതുമല്ല വാഹനമുണ്ട്, ആകാശത്തിലും കർത്താവ് സമുദ്രത്തിലും കരയിലും വാഹനം ഓടിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്, വ്യവസായ വ്യാപാരി, വ്യവസായ വഴിയോര കച്ചവടക്കാരെ, സകലമേലും പുതുമേലും വിദ്യാഭ്യാസം ായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് മത, സാമൂഹിക, സാംസ്കാരിക, മാധ്യമ, സയൻറ്റിസ്റ്റ്, എഞ്ചിനീയർമാർ, എല്ലാ ഭരണദേശ പാർട്ടികളും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല ജനത്തിനും മാനസാന്തരം കൊടുക്കണം. ഈ 2025 ഉണർവായി മാറുവാൻ, സഭകൾ അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവമക്കൾ, ദൈവദാസന്മാർ അനുഗ്രഹിക്കപ്പെടുവാൻ, കണ്ണുനീരിന്റെ നിലയിൽ കർത്താവ് മറുപടി കൊടുക്കുന്ന ദൈവമേ, ഈ ദിവസങ്ങൾ കർത്താവ് ചില അത്ഭുതങ്ങൾ നടക്കണമായി. ദേശത്ത് വലിയ ഉണർവഹിക്കുവാൻ, വിദേശ രാജ്യങ്ങൾ കഷ്ടസംഖ്യ വേദനയോട് കടന്നു നൊമ്പരപ്പെടുന്നവർ, വിസ നഷ്ടപ്പെട്ട
നഷ്ടപ്പെട്ട് പാസ്പോർട്ട് നഷ്ടപ്പെട്ട് ജയിലിൽ കിടക്കുന്നവർ, സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരെ നിങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. തലമുറയില്ലാതെ ഭാരപ്പെടും, ഭവനമില്ലാതെ കടക്കണിയാൽ ഭാരപ്പെടുന്നവർ, ജപ്തി നടപടി നേരിടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, മഹാവ്യാധിയാൽ ഭാരപ്പെടുന്ന എല്ലാ ദൈവമക്കളെയും, എല്ലാ ജനത്തെയും, ഞങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ കുടുംബങ്ങളെയും നിങ്ങൾ ഏൽപ്പിക്കുക. പാപത്തിൽ, ശാപത്തിൽ, രോഗത്തിൽ, മദ്യത്തിൽ, മയക്കുമരുന്ന് ജനം വിടിവിക്കപ്പെടട്ടെ. എല്ലാ തീവ്രവാദ ഭീകരവർഗീയതയില് അകപ്പെട്ടവർ വിടിവിക്കുക. രാഷ്ട്രീയത്തിനുവേണ്ടി, മതങ്ങൾക്ക് വേണ്ടി തമ്മിലടിച്ച് മരിച്ച് രക്തച്ചൊരിച്ചിലുണ്ടാകാതെ ഈ ജനം സമാധാനമായി കർത്താവ് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന വലിയ തലമുറയെ നീ എഴുതിപ്പിക്കണമായി. ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സകല മുഖത്ത് കൊടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.